തീരത്ത് അറേബ്യൻ തീരത്ത് അറേബ്യൻ തീരത്ത് ജീവിതത്തിൻ്റെ പച്ച പിടിച്ച മറ്റൊരു തീരം തേടി ഈ മരുഭൂമിയിലെത്തിയവരുടെ കഥയാണ് അറേബ്യൻ തീരത്ത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അറേബ്യൻ തീരത്തിൽ നിന്ന് ആദ്യം ശ്രീ തമ്പാൻ നായരെ കുറിച്ചാണ്. അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നു, ഒപ്പം ഒരു ബിസിനസ്സിൽ പങ്കാളിയുമാണ്. ശരവണ ഭോജനശാല, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, ദുബായിൽ 2-3 ഔട്ട്ലെറ്റുകളുള്ള മനോഹരമായ ഒരു രുചികരമായ ഭക്ഷണം കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അദ്ദേഹത്തിന് പറയാനുള്ളത്, ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ പാഠങ്ങൾ വെച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് ഈ രാജ്യത്തെ വൃത്തിയും ആരോഗ്യ രംഗത്തെ സുരക്ഷയെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. നമുക്കത് കേൾക്കാം. എൻ്റെ പേര് തമ്പാൻ നായർ. ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്, പാപ്പിനിശ്ശേരി അംശം അരോളി ദേശം. ദുബായിൽ വന്നിട്ട് ഏകദേശം ഒരു 22 വർഷമായി. അതായത് എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ കുവൈത്ത് വാർ, ഇറാഖ് കുവൈത്ത് വാറിൻ്റെ തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ് ഞാൻ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് വളരെ മോശം സാഹചര്യമായിരുന്നു. ഇവിടെ എല്ലാവരും എയർ കണ്ടീഷൻ ക്ലോസ് ചെയ്യുന്നതും മിസൈൽ പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷേ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടിരുന്നില്ല ജോലി കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ വേണ്ടി. ഞാൻ വന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. ഞങ്ങളുടെ നാസർ അൽ സെറൻ കമ്പനി എന്നുള്ളൊരു ഫർണിച്ചർ ആൻഡ് എയർ കണ്ടീഷൻ സ്ഥാപനത്തിൽ അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് അവിടെ അന്ന് കയറി. കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്കൊരു മാറ്റം വേണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ കുറച്ചും കൂടെ നല്ല ഒരു ജോലി പരിശ്രമിക്കും. അങ്ങനെ റസർ LLC എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോഴും അതേ സ്ഥാപനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഡൗൺ ടൗൺ ദുബായ്, അതായത് ജുമേറ പാർക്ക് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് നക്കിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു പുതിയൊരു കമ്മ്യൂണിറ്റിയാണ് ജുമേറ പാർക്ക്. അത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ആ ലാൻഡിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ പാർക്കായിട്ടോ അല്ലെങ്കിൽ കൾട്ടിവേഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഈ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സസ്റ്റൈനബിളായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു ഗ്രീൻ ഇക്കോ ഫ്രണ്ട്ലി എന്ന രീതിയിൽ നമുക്ക് നല്ല ഓക്സിജൻ ശ്വസിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഏർപ്പാടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാനൊക്കെ ചെയ്തിരിക്കുന്നത്, നമുക്ക് കുറേ പച്ചക്കറികളും അതുപോലുള്ള വേപ്പിൻ്റെ ഇല മറ്റുള്ള പല സസ്യങ്ങളും നമ്മൾ നട്ടിട്ട് നല്ലൊരു വായു, നല്ലൊരു പീസ് ഓഫ് മൈൻഡിൽ ജീവിക്കാനുള്ള ഒരു ഇതിലാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സാഹചര്യങ്ങളും എൻ്റെ എംപ്ലോയറിൻ്റെ സഹായങ്ങളും എല്ലാ സഹായങ്ങളും കൊണ്ട് എനിക്കും ഇവിടെ ഒരു സ്റ്റേഷനറി ഒരു സ്ഥാപനം കെട്ടിപ്പടുത്താൻ പറ്റി. എൻ്റെ ഒരു വളരെ സിൻസിയറായ പാർട്ട്ണറെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ 10-12 വർഷം മുമ്പേ ഒരു കൺസെപ്റ്റ് നോക്കുന്നത്, ഞങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെയാണ് സ്റ്റേഷനറിയിൽ ആദ്യം ഇറങ്ങുന്നത്. ഇപ്പോൾ സ്റ്റേഷനറിയിൽ ഞങ്ങൾക്ക് സെൻട്രൽ വെയർഹൗസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അൽഗൂസിലുണ്ട്. അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, ബൈൻഡിങ് ഫാക്ടറി. ഞങ്ങളവിടെ ഈ ചോക്ലേറ്റ് ബോക്സ് അല്ലെങ്കിൽ പ്യൂ ലെതർ ബോക്സ് അങ്ങനെയുള്ള എല്ലാ ബോക്സും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട് സ്റ്റേഷനറിയിൽ തന്നെ. അവിടെ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററുണ്ട്, സ്റ്റേഷനറി, ഓഫീസ് സപ്ലൈ, സ്കൂൾ ആൻഡ് ഓഫീസ് സപ്ലൈ സ്റ്റേഷനറി കൂടാതെ അതിന് ശേഷം ഞാൻ റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എൻ്റെ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 2 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പുതിയ ഔട്ട്ലെറ്റ്സ് തുടങ്ങാനുള്ള
സാഹചര്യത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുന്നതാണ് മറീന ശരവണ ഭോജനശാല. നോർത്ത് ഇന്ത്യൻ ഫുഡും സൗത്ത് ഇന്ത്യൻ ഫുഡ് രണ്ടും ഉണ്ട്. അപ്പോഴേക്ക് രണ്ടും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള കൂടുതലും യൂറോപ്യൻസ്. റെസ്റ്റോറൻറ്റിൽ വരുന്നതാണെന്നാലും വിശന്ന് വരുന്നവൻ നമ്മൾ ഫുഡ് കൊടുക്കുന്നതാണ്. അപ്പോഴേക്ക് പൈസ വാങ്ങിക്കുന്നത് വേറെ കാര്യം. അവിടെ നല്ലൊരു കാര്യം ഞങ്ങൾ ചെയ്യുന്നു. അപ്പോഴേക്ക് അനുസരിച്ചിട്ട് നമ്മളൊരു കർമ്മം എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല ഫുഡ്, ഹൈജീൻ, നല്ല ക്വാളിറ്റിയിൽ നല്ല ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ചുള്ള പൈസ വാങ്ങിക്കുക. കാരണം കസ്റ്റമർ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും ദുബായ് മുനിസിപ്പാലിറ്റി ഓർ എൻവയറൺമെൻറ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അവർ റൂട്ടീനായിട്ട് വന്ന് ചെക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും. ഹൈജീൻ, അത് ഞങ്ങളെ സ്റ്റാഫൊക്കെ ഫുഡ് ഹൈജീൻ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരാണ്. മറ്റുള്ള ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരെ ഹെൽത്ത് വളരെ കോൺഷ്യസ് ആണ്. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റി ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യില്ല. അതുപോലെ അവർക്ക് എല്ലാ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ്, അതുപോലെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ ട്രെയിനിങ്ങും. അതുകൊണ്ട് ഈ ഇൻസ്പെക്ഷൻ അവരെ റിക്വയർമെൻറ്റ് പ്രകാരം ഞങ്ങൾ ഇതിപ്പോൾ ഡൈനിങ് ആയാലും കിച്ചൺ ആയാലും സേഫ്റ്റി ആയാലും ഫുഡ് ടെസ്റ്റിങ്, അവരെ ടെമ്പറേച്ചർ കൺട്രോൾ എല്ലാം ഞങ്ങൾ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് സമയത്തും ഇൻസ്പെക്ഷൻ വരും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, എപ്പോഴും മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കിച്ചൺ ആയാലും ഫുഡായാലും റൂട്ടീൻ അതിനുണ്ട്. ഫുഡ് കൺട്രോളിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. നാട്ടിലെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതെല്ലാം വളരെ രീതിയിൽ എല്ലാ രീതിയിലും അതിനങ്ങ് സപ്പോർട്ടും ഇതും ഇല്ലാത്തതുകൊണ്ട് ഇല്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വന്ന് കൂടുതൽ പ്രോബ്ലം ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവർ ഗവൺമെൻറ് എന്ന കാര്യങ്ങൾ അതിനെപ്പറ്റിയിട്ട് അന്വേഷിക്കുന്നത്. പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് അന്വേഷിക്കും, അല്ലെങ്കിൽ അതുവരെ അന്വേഷിക്കില്ല. ഇവിടെ അങ്ങനെയല്ല. എനിക്കിപ്പം കണ്ണൂർ നല്ലൊരു വെജിറ്റേറിയൻ കൺസെപ്റ്റ് തുടങ്ങണം വളരെ ആഗ്രഹമുണ്ട്. സ്വന്തം നാട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വളരെ നല്ലൊരു സെറ്റപ്പായിട്ടും എല്ലാം വളരെ സിൻസിയറായിട്ട്. പക്ഷേങ്കിൽ ലേബർ പ്രോബ്ലം അത് അനുവദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇപ്പോഴത്തെ വർഷം എനിക്കറിയില്ല നാട്ടിൽ. ഇപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് വന്നുകൊണ്ട് അറിയില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞങ്ങൾ വളരെ സേഫാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-11 മണി വരെ ആക്റ്റീവായിരിക്കും ടൗണ്, ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റിയും. അതുപോലെ ഞങ്ങളും അതുപോലെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ശരവണ ഭോജനശാല ഡെലിവറി വേണം. ഞങ്ങളിപ്പം വളരെ ഇവിടുത്തെ EHS എന്ന് പറയും, എൻവയറോൺമെൻറ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അവരുടെ റിക്വയർമെൻറ്റ് പ്രകാരം ഞങ്ങൾ സ്യൂട്ടബിളായ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്ററിംഗ് നടത്തുന്നുണ്ട്. ഇപ്പോൾ അവിടെ പാർട്ടി ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിയും കൊണ്ട് പോയിട്ട് വരുന്നതാണത്. പാർട്ടി ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ വാനിൽ പോയിട്ട് എല്ലാ സെറ്റപ്പും ഞങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കും. ഞങ്ങൾ എയിം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം 100 ആൾക്കാർ 100 സ്റ്റാഫിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇനിയും കൂട്ടി നല്ലൊരു ക്വാണ്ടിറ്റി ആക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ തമ്പാൻ സാറിൻ്റെ ദുബായ് ജുമേര പാർക്കിലെ വിശാലമായ വില്ലയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ കുറേ സംസാരിച്ചു. ഇനി നിങ്ങൾ 3 പേരോടാണ് സംസാരിക്കേണ്ടത്. 2 മക്കളും ഭാര്യയും അടങ്ങുന്ന വീട്ടിലേക്കാണ് നമ്മൾ. മാഡത്തിൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ എന്താണ് കസ്റ്റമർ സർവീസ്? ദുബായ് തന്നെയാണല്ലോ. എത്ര വർഷമായി ദുബായിൽ എത്തിയിട്ട്? 18 years. 18 വർഷമായിട്ട് ദുബായ് കുറേ മാറിയിട്ടുണ്ടല്ലേ? നമ്മൾ മാറിയോ? കുറച്ച്. നാട് കണ്ണൂർ തന്നെയാണോ? കണ്ണൂരാണ്. ഓക്കെ. ശരിക്കും വിവാഹത്തോടനുബന്ധിച്ച് ഇങ്ങനെ വരികയാണോ അതോ അതിന് മുമ്പ് ദുബായ് വന്നിട്ടുണ്ടോ? ഇല്ല, വിവാഹം കഴിഞ്ഞു ഉടനെ ഇങ്ങനെ വന്നു. സാറ് ഇവിടെ വന്നപ്പോൾ ഇതുപോലുള്ളൊരു ജീവിത സാഹചര്യത്തിലൊന്നും അല്ല വന്നത്. വന്ന് വളരെ യഥാർത്ഥ ഒരു ഗൾഫുകാരൻ്റെ അല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് തന്നെ തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു വിഷൻ വെച്ച് മുന്നേറി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു തുടക്കം, ഞാനൊരു സാധാരണ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് ഇവിടെ എൻ്റെ ജോലി ഇവിടെ ആരംഭിച്ചതാണ്. അങ്ങനെ വന്ന് ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ദുബായിൽ കിട്ടുന്ന സമയത്ത് അത് യൂട്ടിലൈസ് ചെയ്തു. പിന്നെ ഇപ്പോഴും സമയം വളരെ നോക്കിയിട്ട് നാളെ അത് പശ്ചാത്തലിക്കേണ്ട ഇത് സ്ഥിതി വരാൻ പാടില്ല. ഉള്ള സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക, വേസ്റ്റ് ചെയ്യാതെ അനാവശ്യമായിട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ ഒരു സംരംഭത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ സഹായം പോലെ ഇരിക്കുന്നില്ല. ദൈവവിശ്വാസിയാണല്ലേ? തീർച്ചയായിട്ടും. സാറിൻ്റെ ഇഷ്ടദൈവം ആരാ? കൃഷ്ണനാണോ? കൃഷ്ണൻ. ഇപ്പോഴും കൃഷ്ണനടുത്ത്. അതെ അതെ. ഇവിടെ അത്യാവശ്യം ഇവിടെ മേളിലൊരു പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല അങ്ങനത്തെ ഒരു ലൈനിലാണ്. കൂടുതലും വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു സ്വഭാവമാണ്. പ്രകൃതി ഇഷ്ടം, നേച്ചർ ഇഷ്ടമാണ്. പിന്നെ അധികം നോൺ വെജ് കഴിക്കാറില്ല ഞങ്ങളാരും.
ഇവിടെ വന്നപ്പോൾ പോലും ഒരു നമ്മുടെ ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ സാറ് ശ്രമിച്ചത്. നാട്ടുപുറത്തെ ഒരു വീട്ടിൽ അവിടെ ചെറിയ അടുക്കളത്തോട്ടം, ഒരു പൂജാമുറി പോലെ ഇച്ചിരി ഡെവലപ്പ്, അതായത് ഇച്ചിരി നീറ്റായിട്ടുള്ളൊരു പൂജാമുറി, അങ്ങനെ പിന്നെ കുറച്ച് യോഗ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കേരളീയത അല്ലെ മലയാളത്വം ആണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് മുമ്പുള്ള, അതായത് ഞങ്ങളൊക്കെ കഴിഞ്ഞ കാലം ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ എങ്ങനെ വളർത്തി ആ സമയത്തുള്ള അതേ ഒരു ചിന്ത എപ്പോഴും ഉണ്ട് മനസ്സിൽ. അപ്പോൾ ആ രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. പേരെന്താ? അക്ഷയ്. അക്ഷയ് ഏത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു? ഏത് സ്കൂളിൽ? സ്കൂളിൽ. ആനന്ദ് വളരെ ഗൗരവക്കാരനാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ 12th പഠിക്കുന്നു. സ്കൂള് ഇന്ത്യൻ സ്കൂൾ. ഒരു സെയിം സ്കൂളാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സ്റ്റഡി? നാട്ടിലൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. അവിടുത്തെ ഒരു ഏറ്റവും നല്ല എൻ്റർടൈൻമെൻറ്റ് എന്താണ്? അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ പോകാനായിട്ട് നമ്മളിലേക്ക് ഇഷ്ടം വരുന്നത് എന്ത് കാര്യത്തിനാണ്? അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റിലേറ്റീവ്സിനെ കാണാൻ, പിന്നെ ട്രാവലിംഗ്, എങ്ങോട്ട്? അമ്പലത്തിലേക്ക് പോകും, പിന്നെ എൻ്റെ അങ്കിളെ കാണാൻ ബാംഗ്ലൂരിൽ പോകും. അങ്ങനെ ഓരോ. ഇവിടെ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ? ഇല്ല, പക്ഷേ ഇവിടുത്തെ ട്രാവല് ആകെ മെട്രോയിൽ 1/2 മണിക്കൂർ അവിടെ അങ്ങനെയല്ലല്ലോ. നാട്ടിൽ പോയാലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ട്രെയിനിൽ പോവാ, ബസ്സിൽ പോവാ, അങ്ങനെ ഒരു സൈറ്റ് സീയിങ് കാണുന്നുണ്ട്. ദുബായിൽ പഠിക്കുന്ന കുട്ടികളിൽ നിങ്ങൾ മലയാളം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, മലയാളത്തെ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ തെറ്റില്ല എന്ന് പറയണം. ഒതള മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. ഞാൻ അപ്പുറത്ത് പോയി ഇരിക്കാൻ, പഠിച്ചതിന് ശേഷം വിളിച്ചാൽ മതി, ഞാൻ നാളെ പോകുന്നുള്ളൂ. എന്ത് പറയുന്നു? തുടങ്ങിക്കോ. ഞാൻ ചിരിക്കണോ? ഇതാ പറയുന്നത്, വല്ലപ്പോഴും കേരളത്തിൽ കണ്ണൂരിലൊക്കെ പോയി നിൽക്കണം, എന്നിട്ട് മുത്തച്ഛനും മുത്തച്ഛിയൊക്കെ ഉണ്ടോ അവിടെ, അവരുമായിട്ടൊക്കെ സംസാരിക്കണം. അപ്പോൾ 25 ഇളയ ഒതളങ്ങയെന്ന് പറയാൻ അറിയത്തില്ല. സാർ ഒന്ന് പറഞ്ഞോളൂ സാറേ, എങ്ങനെ? മരത്തിൽ 10-25 ഉദളങ്ങ. എന്ത് കേട്ടില്ല, എന്തോ ഒരു കൺഫ്യൂഷൻ. മരത്തിൽ 10-25 നാരങ്ങ. ഇളയ ഒതളങ്ങ. മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. സ്പീഡായിട്ട് ഒരു 3 പ്രാവശ്യം പറയണം. മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. മരത്തിൽ 10-25 ഇളയ ഒതളങ്ങ. അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒപ്പിച്ചല്ലേ? ഞങ്ങളോടൊപ്പം ചേർന്നതിലുള്ള സന്തോഷത്തിന് ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം. ഇത് ബെല്ലോ ബസ് റെൻ്റൽസ്, ദുബായിലെ വാഹന ആവശ്യങ്ങൾക്ക് നമുക്ക് സമീപിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ബെല്ലോ നൽകുന്ന ഒരു ദോക്രൂസ് ഡിന്നറിൻ്റെ വൗച്ചറുണ്ട്. അതുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് 4 പേർക്കും ഒരു ഫാമിലിക്ക് പോയി ഒരു ദോക്രൂസ് ഡിന്നർ ആസ്വദിക്കാം, അനുഭവിക്കാം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഓക്കെ. ഇത് വേറൊരു ലോകം. സാധാരണ പഴം പച്ചക്കറി കട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്. പക്ഷേ UAE അവീർ ഫിഷ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണിത്. ഇവിടെ ഇല്ലാത്ത ലോകത്ത് ഒരു പഴവും ഇല്ല, ഒരു പച്ചക്കറിയും ഇല്ല. ഒരു വണ്ടർ അടിച്ചു പോകുന്ന ഒരു ലോകം തന്നെയാണ്. ഇവിടുത്തെ പ്രമുഖമായ ഒരു കച്ചവട സ്ഥാപനമാണ് AAK എന്ന ബ്രാൻഡിൽ. അത് UAE-ലും GCC കൺട്രീസിലും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് AAK. അതിൻ്റെ സ്ഥാപകൻ നമ്മുടെ നാട്ടിൽ തിരൂർ സ്വദേശിയായ ശ്രീ മൊയ്തീൻ കുട്ടി ഹാജിയാണ്. അദ്ദേഹത്തിന് കാലങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ നാടുമായിട്ട്, പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇപ്പോൾ ഈ AAK നടത്തിക്കൊണ്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ അളിയനും ഒക്കെ ആയിട്ട് ബന്ധുക്കൾ അടുത്ത തലമുറയിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ പേര് മുഹമ്മദ് അലി. AAK ഗ്രൂപ്പ് ഓഫ് കമ്പനീൻ്റെ CEO ആണ്. അമേരിക്കയിൽ നിന്ന് തുടങ്ങിയതാണ്. അന്ന് ഞങ്ങൾക്ക് അവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ ഒരു ഷോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് ഒരു 17 ഷോപ്പോളം ഇന്ന് അവീർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഹോൾസെയിൽ ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെയും പച്ചക്കറിയും പഴങ്ങളും വരുന്ന ഒരു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ദുബായിലെ അവീർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഇവിടെ നിന്നുള്ള എല്ലാ GCC കൺട്രികൾക്കും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് സൗദിയ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ,
അങ്ങനെയുള്ള എല്ലാ രാജ്യത്തേക്കും ഇവിടെ നിന്നാണ് സാധനങ്ങൾ പോകുന്നത്. അതുമാതിരി എല്ലാ രാജ്യത്തു നിന്നും സാധനം ഡയറക്റ്റായിട്ട് ബൈ സീയും ബൈ എയറും സീയും ആയിട്ട് വരുന്നതും ഈ അവിയർ മാർക്കറ്റിലേക്കാണ് വരുന്നത്. ദുബായ് മുനിസിപ്പാലിറ്റി ഏത് പ്രൊഡക്റ്റ് വന്നാലും ആദ്യം അവർ ചെക്ക് ചെയ്ത് ലാബ് ചെക്ക് ചെയ്ത് ഗുണകരമായെന്ന് അറിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ അവർ റിലീസ് ചെയ്യുള്ളൂ. അങ്ങനെ കീടനാശിനിയോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബാൻ ചെയ്യും. ഓരോരോ രാജ്യത്തിൻ്റെ സാധനങ്ങൾ അതായത് സീസൺ അനുസരിച്ച് ഞങ്ങൾ ഓരോരോ ഡിവിഷനായിട്ട് തന്നെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഓരോരോ ഷോപ്പുകളെ വേർതിരിച്ചിട്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇന്ത്യൻ്റെ ഫ്രൂട്ട്സ് വരുന്ന സമയത്ത് അതിന് മാത്രം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. അതുമാതിരി പാകിസ്ഥാൻ, ഇതൊക്കെ ഇവിടെ വരുന്നതെല്ലാം സീസൺ ഫ്രൂട്ട്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം കഴിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ സമയം കഴിയുമ്പോൾ വേറൊരു രാജ്യത്തിൻ്റെ തുടങ്ങും. ഞങ്ങളുടെ ഇതിൻ്റെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടിയാജി എന്നവർ അന്ന് ലാഞ്ചിൽ ദുബായ് മാർക്കറ്റിൽ വന്ന് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഞാൻ 9ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഫാദർ പെട്ടെന്ന് മരണപ്പെട്ടു. പിന്നീട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, അഞ്ചന്മാർ രണ്ടും ചെറിയ മക്കൾ. അപ്പോൾ കുറച്ചൊരു കൊല്ലൊക്കെ നാട്ടിൽ നിന്ന് തിരിഞ്ഞപ്പോൾ പോലും വഴിയില്ല. അപ്പോൾ എല്ലാവരും ലാഞ്ചിക്ക് പോകണമായി ഞാനും ലാഞ്ചിൽ പോയി. ചെറിയ പൈസ കൊടുത്താണ് ദുബായിലെത്തിയത്. ഏകദേശം എൻ്റെ അമ്മാവൻ്റെ സഹായത്തോടുകൂടിയാണ് ഗൾഫിലെത്തിയത്. ആളെ പേര് അസ്തമില്ല എന്നാളെ പേര്. വിമാനമൊന്നുമില്ല, കപ്പലും ഇല്ല. എല്ലാവരും വിസയില്ലല്ലോ, വിസിം പാസ്പോർട്ടില്ലല്ലോ. ആ നിലയ്ക്ക് എല്ലാവരും ഇവിടെ ലാഞ്ചിൽ 10, 100, 50, 75 ആൾ ഡെയിലി ലാഞ്ചികൾ പോയിക്കൊണ്ടിരിക്കാം. അതിൽ ഞാൻ ഒരു വർഷം വേനൽ ജൂൺ മാസത്തിൽ ഞാൻ പോയത് നല്ല ഓർമ്മയുണ്ട്. ഏകദേശം വർഷം ഇവിടെ നാട്ടിലായി തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ 18 ആളാണ് ലാഞ്ചിൽ പോയത്. ലാസ്റ്റ് ലാഞ്ചാണ്. അന്ന് എല്ലാവരും 600-700 രൂപ, ഞാൻ വെറും 250 രൂപ എടുത്താണ് പോയത്. അതിനകത്ത് സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ ചൂടിക്കെട്ടിന് മുകളിൽ കിടക്കണം. ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞ് ദുബായിലെത്തിയത്. അവിടെ ചെന്നപ്പോൾ ജോലിയൊന്നുമില്ല. അവിടെ അന്ന് ബ്രിട്ടീഷുകാരെ ഭരിക്കുന്നത്. ഇംഗ്ലീഷ് ഭരണ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ്. അറിവുകൾക്ക് 1970 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് അവരെ ഭരണമാണ്. അവർക്കാർക്ക് ജോലി, നമ്മൾക്കൊന്നും ജോലിയില്ല, ഒന്നുമില്ല. ഭക്ഷണത്തിന് പോലും ജോലിയാണ് കാലാവസ്ഥ നമ്മൾ ചെന്നപ്പോൾ. അപ്പുറം പിന്നെ ഞാൻ അങ്ങനെ ജോലിയില്ലാതെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു ബിൽഡിങ്ങിൽ പണിയെടുത്ത് നടക്കുന്നുണ്ട്. അവിടെ കയറിയപ്പോൾ ഞാൻ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയും. 9ാം പഠിക്കും. അപ്പോൾ ഒരു പട്ടാണി പറഞ്ഞ് കാം കരകാന്ന് പറഞ്ഞ് ജോലി, ബിൽഡിങ്ങിൻ്റെ പണി, സിമൻറ്റ് ജാക്കറ്റിന് ജോലി കിട്ടിയത്. 6 മാസം പണിയെടുത്തപ്പോൾ ടൈപ്പോയിഡ് പനി പിടിച്ചു. കുറേയൊക്കെ സുഖമായതിൻ്റെ ശേഷം പിന്നെ ഞാനൊരു പച്ചക്കറി വീട്ടിലെ ജോലി കിട്ടിയത് 100 രൂപ ശമ്പളത്തിന്. ആ ശമ്പളത്തിന് ജോലി ചെയ്ത് അങ്ങനെ ആ കച്ചവടം ഒക്കെ ഏകദേശം 4-5 കൊല്ലം ജോലി ചെയ്തപ്പോഴൊക്കെ മനസ്സിലായി. പിന്നീട് ചെന്നിട്ട് ചെറിയ ബിസിനസ് വെച്ചു. അതിൽ പിന്നെ അങ്ങനെ പോയി. അപ്പോൾ പിന്നെ അന്യന്മാരൊക്കെ വന്നു, ഇവരൊക്കെ വന്നു. അങ്ങനെ അത് കുറേ കാലം ആ ബിസിനസ് തുറന്നുകൊണ്ടിരുന്ന് പടിപടിയായിട്ട് പോയതാണ്. പിന്നെ 980 മുതൽക്ക് പിന്നെ ഹോൾസെയിൽ ബിസിനസ്സാണ്. 4 പാർട്ട്ണർഷിപ്പ്മാർ നമ്മൾ ചെയ്ത് അതങ്ങനെ പുരോഗമിച്ചു. അതോടുകൂടിയിട്ട് ഒരു കട വേറെ 993 വേറെ കട എടുത്തു. അതിനുശേഷം ഇവരെല്ലാം മുഹമ്മദ് അലി എൻ്റെ മകന്, അങ്ങനെ അതൊക്കെ കൂടി അതിലൂടെയാണ് നമുക്കൊരു ചെറിയൊരു ബിസിനസ്സിൻ്റെ രൂപത്തിയത്. മച്ചി മാർക്കറ്റത്തെ ഷോപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ഷോപ്പ് കയറുന്നത്. അത് സ്ഥാപനം ഉണ്ടാകുന്ന സാധാരണ ഒരു വാപ്പാരെന്താ ചെയ്യൽ, അവിടെ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് കൊണ്ട് ഇരുത്തലല്ലേ. വാപ്പ അത് ചെയ്തില്ല. നീ പിന്നെ ചെന്നിട്ട് അവിടുത്തെ എല്ലാ കാര്യത്തിനും നോക്ക്, ക്യാഷിലിരിക്കാതെ മറ്റുള്ള കാര്യം. അതുകൊണ്ട് എന്തായി, നമ്മൾ പുറത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കണമെന്ന് കണ്ടാൽ നമുക്ക് ആ വാപ്പ കഷ്ടപ്പെട്ടതിൻ്റെ പൈസയുടെ വാല്യൂ നമുക്ക് മനസ്സിലായി. നമ്മളത് അവരെ തന്നെ ലോഡിങ് ആണ്, ലോഡിങ്ങിൽ കൂടി വന്നിട്ടാണ് നമ്മളിത് ഒരു ഇതിക്ക് ഇറങ്ങിയിരുന്നിരിക്കുന്നത്. അമേരിക്കയിൽ 94-ലാണ് ഫ്രൂട്ട്സ് തുടങ്ങിയിരിക്കുന്നത്. ഫ്രൂട്ട്സുമെന്നാണ് ഞങ്ങളിതൊക്കെ ഡെവലപ്പായി വന്നിരിക്കുന്നത്. 94 ഫ്രൂട്ട്സ് തുടങ്ങിയ ദിവസം. പച്ചക്കറി ആദ്യം തന്നെ ഉണ്ടായിരുന്നു അമേരിക്ക മാർക്കറ്റുള്ള ടൈമിൽ. ഞങ്ങൾക്ക് ഓൾറെഡി ആകെ 3 ഷോപ്പ് അമേരിക്ക മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ഓൺ ഷോപ്പുകൾ, ബിന്യാറുഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഷോപ്പാണ് ഫസ്റ്റ് ഞങ്ങൾ വിലക്കെടുക്കുന്ന ഷോപ്പ്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ 2 റീറ്റെയിൽ ഷോപ്പ് വാങ്ങി. ഒന്ന് അബ്ദുൽ ഖത്ത ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് ഇൻഡർസിറ്റി ഫിഷ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ AK മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഷോപ്പ് വാങ്ങി. AK മിഡിൽ ഈസ്റ്റിന് 3 ഷോപ്പുണ്ട്. 2 ഇവിടെ അവിയറിലുണ്ട്, 1 ഫിഷ് മാർക്കറ്റിലുണ്ട്. പിന്നെ കത്താലൻ മുലി എന്ന് പറഞ്ഞൊരു ഷോപ്പ് 3-ാം ബ്ലോക്കിൽ അത് വാങ്ങിയതാണ്. പിന്നെ ഇൻഡർസിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് 130 എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങിയാണ്.
നമ്മൾ വേൾഡിൽ നിന്ന് ഒരുവിധമുള്ള ഫ്രൂട്ട്സുകളൊക്കെ വരുന്നത് AAK എന്ന് പറഞ്ഞ ബ്രാൻഡിലും ഡയമണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഫ്രൂട്ട്സും വെജിറ്റബിളും വരുന്നത്. വേൾഡിൽ നിന്ന് മൊത്തം വരുമ്പോൾ നമ്മളെ ബ്രാൻഡായിട്ട് വരുന്നത്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ഐറ്റംസിൽ നമുക്ക് ഗോൾഡൻ സിന്നാറ എന്ന് പറഞ്ഞിട്ടൊരു റൈസ് ഉണ്ട്, പിന്നെ സാം എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോൾഡ് റൈസ് ഉണ്ട്, പിന്നെ തായ്ലൻഡിൻ്റെ ഒരു കോക്കനട്ട് ഡ്രിങ്ക്സ് ഉണ്ട്, കൊക്കോ ക്ലാസിക് ടെൻഡർ കോക്കനട്ട് ജ്യൂസ് ഉണ്ട്. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങോട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ജീവിച്ച വിഷമങ്ങളെ ബുദ്ധിമുട്ടൊന്നുള്ള ചെറുപ്പക്കാർക്കില്ല അവിടെ. അവരിന്ന് എന്താ വിഷമം അറിയാം, നമ്മളൊക്കെ ഗൾഫ് പോയി വിഷമിച്ച് അന്നത്തെ വിഷമം ഇന്നവർ വരുമ്പോഴത്തെ അവർക്ക് അവിടെ AC, ഞങ്ങൾ ചിലപ്പോൾ ACയോ അല്ലെങ്കിൽ ഫാനോ പ്രാഥമിക സൗകര്യത്തിൽ പോലെ അത് സാഹചര്യം അവിടെ അക്കാലത്ത്. ഈത്തപ്പന കൊണ്ട് ഉണ്ടാക്കിയ ഈത്തപ്പന അതുകൊണ്ട് ഉണ്ടാക്കിയ ചെറിയ കുടില കെട്ടിയിട്ട് അതിൽ ഞങ്ങൾ താമസിച്ചിരുന്നത്. അതിൽ ടിന്നിറക്കിയിട്ട് വെള്ളം കുഴികുത്തി ടിന്നിറക്കിയിട്ട് ആ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. കുടിവെള്ളം പോലെ ഞങ്ങൾ കുറവാണ്. അറേബ്യൻ തീരത്തെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ആഴ്ച. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമുക്ക് ബലം നൽകുന്നത്, ഊർജ്ജം നൽകുന്നത്. അതുകൊണ്ട് തീർച്ചയായും എഴുതുക, വിലപ്പെട്ട സമ്മാനങ്ങൾ നേടുക. താങ്ക് क्योंकि तुम ही हो, अब तुम ही हो जिंदगी।